വെള്ളക്കെട്ട് പ്രതിസന്ധികൾ മാറി തുടങ്ങിയതോടെ കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾ നാളെ തുറക്കും. എന്നാൽ കനത്ത മഴയെ തുടർന്ന് പ്രദേശത്തെ നിരവധി വീടുകളിലടക്കം വെള്ളം കയറിയിരുന്നു. പിന്നീട് വെള്ളം ഇറങ്ങിയതോടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ തീരുമാനിച്ചത്. നിലവിൽ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്ന് ഒരാഴ്ചയായിട്ടും കുട്ടനാട്ടിലെ സ്കൂളുകൾ തുറന്നിരുന്നില്ലായിരുന്നു. വെള്ളം ഇറങ്ങിയതോടെയാണ് വെള്ളക്കെട്ടുണ്ടായിരുന്ന സ്കൂളുകൾ വൃത്തിയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശങ്ങൾ നൽകിയതും. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കുട്ടനാട്ടിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പല ദിവസങ്ങളിലായി അവധി പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം ഒരാഴ്ചക്കിടെ വെള്ളമിറങ്ങിയ സ്ഥലത്തെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നിരുന്നെങ്കിലും സ്കൂളുകൾക്ക് അവധിയായിരുന്നു. ജൂൺ 2-നാണ് ഈ അധ്യയന വർഷത്തിലെ ക്ലാസുകൾ ആരംഭിച്ചത്. അപ്പോഴും കുട്ടനാട് താലൂക്കിൽ അന്നു മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും അവധി തന്നെയായിരുന്നു. കൂടാതെ ശക്തമായ മഴയെ തുടർന്ന് കുട്ടനാട്, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളം കയറുകയും ഉണ്ടായി. എന്നാൽ സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 10 മുതൽ 12 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ജൂൺ 10-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം ജൂൺ 11-ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും ജൂൺ 12-ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ കുറഞ്ഞ അളവിലോ മിതമായതോ നേരിയതോ ആയ മഴയ്ക്കും ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കാലം തെറ്റി പെയ്ത കാലവർഷത്തിൽ കർഷകരുടെ കണ്ണീർ വീഴ്ത്തി അപ്പർ കുട്ടനാട്ടിൽ വൻ കൃഷിനാശവും സംഭവിച്ചിരുന്നു. അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഉൾപ്പെടുന്ന കുറ്റൂർ, നെടുമ്പ്രം, പെരിങ്ങര, നിരണം, കടപ്ര എന്നീ പഞ്ചായത്തുകളിലായി 3.16 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ ജൂൺ 3 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ആകെ 117.63 ഹെക്ടറിലെ കൃഷി നശിച്ചിട്ടുമുണ്ട്. ഓണവിപണി ലക്ഷ്യമാക്കിയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ഓണവിപണി ലക്ഷ്യമാക്കി ചെയ്ത വാഴ, മരച്ചീനി എന്നിവയ്ക്കാണ് പ്രധാനമായും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അടുത്തിടെ ഉണ്ടായ കാറ്റിലും മഴയിലും ഏത്തവാഴ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നാശം ഉണ്ടായത്. കുലച്ച 18,850 മൂട് ഏത്തവാഴ നശിക്കുകയുണ്ടായി. കുലയ്ക്കാൻ പാകമായ 12,450 മൂട് വാഴയും നശിച്ചു. 1.62 കോടി രൂപയുടെ നഷ്ടമാണ് ഈ മേഖലയിൽ കണക്കാക്കുന്നത്. കുലച്ച 46 മൂട് തെങ്ങും തടി വിരിഞ്ഞ 25 മൂട് തെങ്ങും വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. വേനൽ മഴയിൽ 96.8 ഹെക്ടറിലെ നെൽകൃഷി നശിച്ചു. 1.45 കോടി രൂപയാണ് കണക്കാക്കുന്ന നഷ്ടം. തിരുവല്ല കൃഷിഭവൻ പരിധിയിൽ 88.57 ലക്ഷം രൂപയുടെയും പെരിങ്ങരയിൽ 73.80 ലക്ഷത്തിന്റെയും നെടുമ്പ്രത്ത് 69.52 രൂപയുടെയും നിരണത്ത് 32.25 ലക്ഷം രൂപയുടെയും കടപ്രയിൽ 26.44 ലക്ഷത്തിന്റെയും കുറ്റൂരിൽ 25.65 രൂപയുടെയും നഷ്ടമാണ് കൃഷി വകുപ്പ് കണക്കാക്കുന്നത്. കാലവർഷം ആരംഭത്തിൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ മേഖലയിലെ വാഴ, മരച്ചീനി എന്നീ വിളകൾക്ക് കാര്യമായ നാശം സംഭവിച്ചിരുന്നു. ഇതിന് പിന്നാലെ എത്തിയ വെള്ളപ്പൊക്കത്തിൽ വാഴകൃഷിയടക്കം പാടെ നശിച്ചിരുന്നു. വിളവെടുപ്പിന് പാകമായതും ഓഗസ്റ്റ് മാസത്തോടെ വിളവെടുപ്പിന് പ്രായമാകുന്നതുമായ വാഴകളാണ് നശിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം മഴ ശമിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും കാലവർഷം കടുക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ വീണ്ടും കാലവർഷം തുടങ്ങുന്ന സ്ഥിതിക്ക് ജാഗ്രത പാലിക്കാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അടുത്ത 5 ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം ഇങ്ങനെയാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 10-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 11-ാം തീയതിയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും,
ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പുകൾ പാലിച്ച് മുന്നോട്ടു പോകേണ്ടതും അത്യാവശ്യമാണ്.